ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മത്തനും പയറും കൂടി ചേർന്നിട്ടുള്ളൊരു കൂട്ടുകറിയാണ്. സദ്യക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് ചുമന്ന പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. കുക്കറിൽ അത് വേവുന്ന സമയം കൊണ്ട് ഒരു മത്തൻ ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ചെറിയൊരു മത്തനാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെന്ത പയർ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഈ മത്തനും കൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം മത്തനും കൂടി നന്നായിട്ട് വെന്ത് അതിലേക്ക് ചേർന്നിട്ടുണ്ട്. പയറും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇതേ സമയം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. അതിൽ 2 പച്ചമുളകും ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ നന്നായിട്ട് ഇത് വെന്ത് കിട്ടുന്നതിന് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിത് തേങ്ങ വറുത്തും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ ചുരണ്ടിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ചുമന്ന കളറിൽ കിട്ടുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മളിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് നന്നായിട്ട് മത്തനും പയറും കൂടി ചേർത്തിട്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങ വറുത്ത് അതേ പാത്രത്തിൽ 2 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് 2 എണ്ണം ഇടുന്നുണ്ട്. കറിവേപ്പില 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് മൂത്ത് വരണേ. ഉള്ളി നന്നായിട്ട് ചുമന്ന് നല്ല രീതിയിൽ മൂത്ത് വരുന്ന അപ്പോഴാണ് കടുകിന് ടേസ്റ്റ് വരുന്നത്. ഇത് നമ്മളിപ്പോൾ കടുക് വറുത്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കറി ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഫ്ലെയിം നന്നായിട്ട് ഓഫ് ചെയ്യാൻ പോവുകയാണ്. കറി ഏകദേശം കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. മത്തന് ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.